താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ. പ്രൈസർ ഫാമിലിയിൽ നിന്ന് കേടുപറ്റുക മീൻസ് ചീത്തയാകുക, ഒന്നിനും കൊള്ളാത്തതായി തീരുക. നമുക്കറിയാം, ഇപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ ഒക്കെ സീസണാണ്. കടകളിലൊക്കെ പോകുമ്പോൾ നല്ല പഴുത്ത് തൊടുത്ത്, ആ പഴുത്ത് തൊടുത്ത കളറിൽ മാമ്പഴം കാണും. കൊതി വരും, സ്വാഭാവികമാണ്. നല്ലത് നോക്കി, നമുക്ക് നോക്കാൻ പറ്റുന്നത് പോലെ നല്ലത് നോക്കി വാങ്ങും. വീട്ടിൽ വരും, കൊതി കയറി വരിക. വീട്ടിലുള്ള എല്ലാവരും കൂടെ കട്ട് ചെയ്ത് ഭക്ഷിക്കുവാനുള്ള തയ്യാറെടുപ്പായി. കട്ട് ചെയ്തു, അകത്ത് മുഴുവൻ ചീത്തയായിരിക്കുന്നു, പുഴു കയറിയിരിക്കുന്നു. അപ്പോൾ മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കിയേ. ആ കൊതിയെല്ലാം ദേഷ്യമായിട്ടങ്ങ് മാറും. കടക്കാരനെ കുറേ തെറി പറയും. ഭാര്യയാണ് വാങ്ങിയതെങ്കിൽ ഭർത്താവും മക്കളും ചേർന്ന് ഭാര്യയെ അന്ന് പിന്നെ നോക്കണ്ട, പാവത്തിന് ആഹാരം കഴിക്കാൻ പോലും കഴിയത്തില്ല, ആ വിധത്തിലാക്കും. ഭർത്താവാണ് വാങ്ങുന്നതെങ്കിൽ നേരത്തെ കിട്ടിയതെല്ലാം മുതലും പലിശയും ചേർത്ത് ഭാര്യയും തിരികെ കൊടുക്കും. നമ്മളൊന്നും മോശക്കാരല്ലല്ലോ, അല്ലേ? അപ്പോൾ അത് ചീത്തയായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നല്ലൊരു അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയി. കൊതിച്ചത് കിട്ടിയില്ല, ആ ഒരു അന്തരീക്ഷത്തിലായിത്തീർന്നു. ഇനി അത് മനുഷ്യരുടെ കാര്യമാണെങ്കിലോ, നമ്മളിങ്ങനെ പറയാറുണ്ട് നാട്ടുഭാഷയിൽ, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവർ, ഒന്നിനും കൊള്ളാത്തവർ. ജോലിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കൊള്ളാമായിരുന്നു, പക്ഷേ ഇപ്പോൾ ജോലിയുമില്ല, കൂലിയുമില്ല, തേരാപ്പാര നടപ്പ. എന്ത് ജീവിതമാണ്! കുടുംബമായിട്ട് സന്തോഷമായിരുന്നപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ബൈക്കിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ കാറിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിൽ പോകാൻ വന്ന് നിൽക്കുമ്പോൾ കൊള്ളാം, നല്ല ജീവിതം, നല്ല കുടുംബജീവിതം, നല്ല ഫാമിലി ലൈഫ് അവർക്ക്, പറഞ്ഞിട്ടില്ലേ? പക്ഷേ ഇപ്പോൾ ഭാര്യ വലത് സൈഡിൽ, ഭർത്താവ് ഇടത് സൈഡിൽ, മക്കളാണെങ്കിൽ കാണാനുമില്ല. അങ്ങനെ പോകുമ്പോൾ ചെറിയൊരു പ്രശ്നം മതി കേട്ടോ, വീട്ടുകാരറിയുന്നതിന് മുമ്പേ നാട്ടുകാരറിയും അവിടെ എന്തോ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് അയൽക്കാരൊക്കെ അവർ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക, അല്ലേ? തകർന്ന് അയ്യയ്യേ എന്തൊരു ജീവിതമാണ് പറഞ്ഞ് ചിരിക്കുക. കൊള്ളത്തില്ല, മോശമായി പോയി. ആരോഗ്യത്തോടെ രാവിലെ എഴുന്നേറ്റ് ജോലിക്കൊക്കെ പോയി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി സന്തോഷമായിട്ട് ജീവിച്ചപ്പോൾ കൊള്ളാമായിരുന്നു. ഇപ്പോൾ രോഗം വന്നു, ആരോഗ്യം പോയി, ഒന്നിനും കൊള്ളത്തില്ല. ഭാര്യയ്ക്കും വേണ്ട, ഭർത്താവിനും വേണ്ട, മക്കൾക്കും വേണ്ട, സഹോദരങ്ങൾക്കും വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല. രോഗം വന്നു, ചീത്തയായി പോയി. ആ ബിസിനസ് വല്ലതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും അതേക്കുറിച്ച് പറയാനേ ഉള്ളൂ. നിൻ്റെ ആ ബുദ്ധിയാ, നിൻ്റെ ആ ഡെഡിക്കേഷനാ, ഈ ബുദ്ധി വേറെ ആർക്കും തോന്നത്തില്ല. നിനക്ക് കിട്ടിയ പ്രത്യേക ഒരു കൃപയാ, വിശ്വാസികളെങ്കിൽ പറയും. മറ്റുള്ളവരാണെങ്കിൽ പറയും നിൻ്റെ കാഴ്ചപ്പാടാ. ലോക മനുഷ്യൻ അങ്ങനെയല്ലേ പറയും, നിൻ്റെ കാഴ്ചപ്പാടാ. വല്ലതും കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണേ ഇല്ലാതാകുമ്പോഴാ ഒന്നിനും കൊള്ളത്തില്ല, വെറുതെ പൈസ കൊണ്ട് കളയാൻ വേണ്ടി ആണേ ഉള്ളതാണേ. അപ്പോൾ കേട് പറ്റുന്നു മീൻസ് കൊള്ളാത്തതായി, ഒന്നിനും കൊള്ളാത്തതായി മാറുന്നു, ഒരു ഉപയോഗമില്ലാത്തതായി മാറുന്നു. അതിന് കാരണം ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് തന്നെ ആയിരിക്കാം. ആ ജോലി നഷ്ടപ്പെട്ടു പോകാനേ, ജോലി കിട്ടുന്നതുവരെ അതിനുവേണ്ടിയുള്ള അധ്വാനമാണ്. ജോലിക്ക് പോയാലോ ശമ്പളമൊക്കെ കിട്ടി തുടങ്ങിയാൽ പിന്നെ ഉഴപ്പ. ഒത്തിരി പേർ ഉഴപ്പി കൊള്ളാത്തവരായി മാറിയിരിക്കുന്നു. ഉള്ള വരുമാന മാർഗത്തെയും അടച്ച് ജോലിയില്ലാതെ തേരാപ്പാര നടക്കുന്നുണ്ട്, വലിയ ബ്ലാക്ക് മാർക്കായിരിക്കുന്നു, അല്ലേ? അതുകൊണ്ട് വേറെ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുന്നില്ല. കയ്യിലിരിപ്പ് കൊണ്ട്, നല്ല കുടുംബജീവിതമായിരുന്നു, കയ്യിലിരിപ്പ് കൊണ്ട്, ആവശ്യമില്ലാത്ത പണിക്ക് പെയ്തുകൊണ്ടാണ് സഹോദര ഇന്ന് ഒറ്റയ്ക്ക് വീട്ടിനകത്തിരിക്കേണ്ടി വരുന്നത്, അല്ലേ? കയ്യിലിരിപ്പ് കൊണ്ടാ. വലിയ ഹീറോ ആയെന്ന് ചിന്തിക്കണ്ട. നീ തിരിയുമ്പോൾ പറഞ്ഞ് പരിഹസിക്കുക. നിൻ്റെ കൂട്ടുകാരുടെ ഭാര്യമാർ പറയുക അവൻ്റെയോടാണോ കൂട്ട്, ഭാര്യയെ മരിച്ച് കളഞ്ഞിട്ട് നടക്കുന്ന അവൻ്റെയോടെ. അപ്പോൾ നീ നിൽക്കുന്നുണ്ടെങ്കിൽ പറയും അതൊക്കെ സംസാരിക്കണ്ടി, അവൻ കേൾക്കും. ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞ് പരിഹസിക്കാന്നേ. സഹോദരി, കയ്യിലിരിപ്പ് കൊണ്ടാ, കർത്താവ് തന്നതാ, പക്ഷേ കയ്യിലിരിപ്പ് കൊണ്ട് നഷ്ടപ്പെട്ടു. മാതാവേ, പിതാവേ, അങ്ങനെയല്ലേ? നേരാവണ്ണം ദിവസനിൽ ചേർത്ത് നിർത്തി വളർത്തുവാൻ കഴിയാതെ പലരും പലതും മക്കൾക്ക് കൊടുക്കാറുണ്ട്. എന്തൊക്കെ വേണമെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്കുള്ളതുപോലെ കൊടുക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, ഈ കാലഘട്ടത്തിൽ കർത്താവിനെ അവർക്ക് കൊടുത്തില്ലെങ്കിൽ, യേശുവിനെ അവർക്ക് കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്നതെല്ലാം നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധങ്ങളാക്കി അവർ മാറ്റും. പിശാച് അങ്ങനെ ആക്കി മാറ്റും. നിങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം അവരെ നിങ്ങളിൽ നിന്ന് അകറ്റും. പല പല രാജ്യങ്ങളിലും കടന്നു പോകും. ഒത്തിരി മാതാപിതാക്കൾ മക്കളുടെ മുഖം അവസാനമായി ഒന്ന് കാണുവാൻ കഴിയാതെ, ഞങ്ങൾക്കറിയാം, വേദനയോടെ പറയട്ടെ, തങ്ങളുടെ മക്കളുടെ മക്കളെ കാണുവാൻ കഴിയാതെ മരണം കാത്തു കിടക്കുന്ന ഒത്തിരി മാതാപിതാക്കളെ ഞങ്ങൾക്കറിയാം. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അത് ഇവർക്കെതിരെയുള്ള ആയുധമായി, അവരുടെ കണ്ണുനീരിന് കാരണമായ ആയുധമായി മാറി. മക്കൾക്ക് വേണ്ടി ഒത്തിരി സമ്പാദിച്ചു,
പല മക്കളും മദ്യത്തിലും മയക്കുമരുന്നിലും ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകളിലും പിടിക്കപ്പെട്ട് ജയിലിലായിരിക്കുന്നു, മോശം ജീവിത സാഹചര്യങ്ങളിലായിരിക്കുന്നു, കൊള്ളാത്തവരായിത്തീരുന്നു. എന്നാൽ നിങ്ങൾ യേശുവിനെ അവർക്ക് കൊടുക്കുമെങ്കിൽ അവർ വളരും, ഫലം കായ്ക്കും. ആ ഫലം നിങ്ങൾ ഭക്ഷിക്കും. അതേ, മക്കളുടെ നന്മ അനുഭവിക്കണമെന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ അവർക്ക് കൊടുക്കുവാനുള്ളത് യേശുവിനെയാണ്. യേശുവിനെ നിങ്ങൾ കൊടുക്കുമെങ്കിൽ അവർ ഫലം കായ്ക്കും. ആ ഫലം നിങ്ങൾ തിന്ന് തൃപ്തി പ്രാപിക്കും. അതേ, മക്കളിലൂടെ നിങ്ങൾ ജീവിക്കും. ആ ഭാഗ്യം നിങ്ങൾ അനുഭവിക്കും. ഒത്തിരി പേർക്ക് ആ ഭാഗ്യം ഇല്ല. അപ്പോൾ അങ്ങനെ പിടിപ്പുകേടുണ്ടല്ലേ? 2 ടൈമിൽ നല്ല മാർക്കൊക്കെ കിട്ടി, അപ്പോഴൊന്ന് ഉഴപ്പി, ഫൈനൽ എക്സാമിന് പൊട്ടി, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു. നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചാ, ചില കൂട്ടുകെട്ടുകളൊക്കെ വന്നപ്പോൾ, അല്ലടാ അതല്ലേ സംഭവിച്ചേ മോളെ, അതല്ലേ സംഭവിച്ചേ? ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട്, ഫോൺ വിളി. എന്തിനാന്നേ? അമ്മയെ പറ്റിക്കാൻ പറ്റും, അപ്പനെ പറ്റിക്കാൻ പറ്റും, പക്ഷെ നിന്റെ ഭാവിയെ പറ്റിക്കാൻ പറ്റത്തില്ല. അമ്മയെ പറ്റിച്ചു, അപ്പനെയും പറ്റിച്ചു. എക്സാമിന് റിസൾട്ട് വന്നപ്പോഴോ അങ്ങനെ പറ്റിച്ച് ഭാവിയെ പറ്റിക്കാൻ നോക്കിയാൽ ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഭാവിയെ പറ്റിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇന്ന് കണ്ണുനീരും കയ്യുമായി നടക്കുക. നിനക്ക് വേണ്ടത് ഏറ്റവും നല്ലത് നിന്നെക്കാൾ അറിയുന്ന നിൻ്റെ മാതാപിതാക്കൾക്കറിയാം. നിന്നെക്കുറിച്ച് നിനക്കൊരു ബോധം വന്നത് ഒരു 8-9 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. നീ ഉദരത്തിലായിരിക്കുമ്പോഴേ, അല്ലെങ്കിൽ അതിനു മുമ്പേ ബോധം വന്ന മാതാപിതാക്കൾ നിനക്കുണ്ട്. അതിനു മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നിന്നെ കണ്ട ദൈവമുണ്ട്. അതൊന്നും മറന്നു കളയരുതേ. എടുത്ത് ചാടി കുടിച്ച് മരിക്കുന്നു, കേടുപറ്റി, ഓക്കെ, സംഭവിച്ചു, ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല നിലയിൽ ആ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചു, പിന്നെ കൂട്ടുകാരായി, അല്പം ഒന്ന് ഫ്രീ ആവും അല്ലേ? അല്പമൊക്കെ അല്പം മനസ്സിലായല്ലോ. കേടുപറ്റി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എവിടൊക്കെ കൂടെ നന്മകൾ ഒഴുകിപ്പോയി. ചേർത്ത് വയ്ക്കേണ്ടത്, സ്വപ്നം കണ്ടതൊക്കെ പ്രാപിച്ചെടുക്കേണ്ട ആ നന്മകളാണ് ഭാര്യയ്ക്കും മക്കൾക്കും പ്രയോജനപ്പെടേണ്ടതാ. എവിടെയൊക്കെയോ ആർക്കൊക്കെയോ പോയി, കേടുപറ്റിപ്പോയി, കയ്യിലിരിപ്പുകൊണ്ടായിരിക്കാം. ഇനി പിശാച് കേടാക്കിയതായിരിക്കാം, കൊള്ളാത്തവളാക്കി നിന്നെ തീർത്തതായിരിക്കാം. ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി ശത്രുവിനെ എഴുന്നേൽപ്പിച്ച് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി, ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി, ജോലിയില്ലാത്തവനാക്കി നിന്നെ മാറ്റി. അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ അവിടെ സംജാതമാക്കി മാറ്റി. അതൊരു വല്ലാത്ത പേടിയാണ്. ഇപ്പോൾ വീട്ടുകാർക്കൊക്കെ ഫോൺ എടുക്കാൻ തന്നെ മടിയാ. നിന്റെ പരാതിയും പരിഭവമൊന്നും കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. അങ്ങനെ പിശാച് കൊള്ളാത്തവരാക്കി തീർത്തു. അത് മുഖാന്തരം വേദനയും കഷ്ടവും ഒക്കെ അനുഭവിച്ചായിരിക്കാം. കുടുംബജീവിതവും പിശാച് തകർത്തു. ചില വ്യക്തികൾ അകത്ത് വന്നു, ഭർത്താവിനെ അവകാശമാക്കി, ഭാര്യ അവകാശമാക്കി. മക്കളുടെ ജീവിതത്തിൽ പിശാച് പ്രവർത്തിച്ചു, അവരുടെ ഭാവിയെ തകർത്തു, വഴികളെ അടച്ചു, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഭവനത്തിനുള്ളിലാക്കി. അഡ്മിഷനുകൾ കിട്ടുന്നില്ല, നല്ല വിവാഹം നടക്കുന്നില്ല, സ്ഥാപനത്തെ തകർത്തു, ആരോഗ്യത്തെ തകർത്തു, രോഗിയാക്കി, ശുശ്രൂഷകളെ തകർത്തു. ഇങ്ങനെ ഏതൊക്കെയോ നിലകളിൽ കൊള്ളാത്തവരായിത്തീർന്നു. അതുള്ളതാണ്. അപ്പോൾ കൊള്ളാത്തവരായിത്തീരുമ്പോൾ അത് പറഞ്ഞ് പരിഹസിക്കാൻ, നീ നേരത്തെ പറഞ്ഞതുപോലെ ചുക്കിനും ചുണാവിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞ് പരിഹസിക്കുവാൻ എപ്പോഴും ഒരു കൂട്ടം കാണും, ഇല്ലേ? ഇവരാരാ? നമ്മുടെ കേട് തീർക്കാനുള്ളവരാ. നമ്മൾ പരിഹസിക്കുന്നതും കളിയാക്കുന്നവരും ഒക്കെ ആരാ? കുറ്റം പറയുന്നത് ആരാ? നമ്മുടെ കേട് തീർക്കാനുള്ളവരല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു തട്ടുകേട് സംഭവിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ പരിഹരിക്കാനുള്ളവരല്ലേ പരിഹസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും നിന്ദിക്കുന്നതും അപമാനിക്കുന്നതും മാറി നിന്ന് കൈകൊട്ടി ചിരിക്കുന്നതും ആണ്. ഇവർ പരിഹസിക്കുന്നു എന്ന് മാത്രമല്ല, ഇവർ തട്ടുകേട് തീർക്കുവാനുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുഴപ്പങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടവർ. മാറി നിന്ന് പരിഹസിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇവർ തന്നെയാണ് കേടുവരുവാൻ കാരണം തന്നെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ പ്രശ്നം ഉണ്ടാകുവാൻ കാരണം, സഹോദരി ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന കാരണം പുറത്താരെങ്കിലും ആണോ? അല്ല, അകത്താ. കൈപിടിച്ച് അകത്ത് കയറ്റിയവരാ. കൂടെ നിന്ന് പലതും കാണിച്ചു തന്നതാ. ഇങ്ങനെയാ എൻ്റെ ചേട്ടൻ്റെ ഇഷ്ടവിധ പറഞ്ഞു തന്നവരല്ലേ ഈ കുഴപ്പത്തിനെല്ലാം കാരണം. എൻ്റെ മോന് വേണ്ടി, എൻ്റെ മോൻ പാവം, എൻ്റെ മോനെ ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു ലോകത്തേക്ക് നിന്നെ എൻട്രി ചെയ്യിപ്പിച്ചവരാ. ഇപ്പോൾ കേട് വരുത്തിയത്. കേട് വന്നാൽ അത് പരിഹരിക്കേണ്ടവരാ അല്ലേ? ആ ജോലി നിനക്ക് വാങ്ങിച്ച് തന്നവർ, ആ രാജ്യത്തിലേക്ക് നിന്നെ കരം പിടിച്ച് അവരല്ലേ ഇപ്പോൾ ശത്രുക്കളായി മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ നീ സഹായിച്ചിട്ടുള്ളവർ തന്നെ, നിന്നെ സഹായിക്കുവാൻ ബാധ്യസ്ഥപ്പെട്ടവർ.
നിന്റെ നല്ല കാലം മുഴുവനും നിന്റെ ആരോഗ്യം മുഴുവനും ചോര നീരാക്കി അവർക്ക് വേണ്ടി അധ്വാനിച്ചു. ഇന്ന് ക്ഷീണിച്ചു പോയി, വാർദ്ധക്യത്തിലേക്ക് കടന്നു, അല്ലെങ്കിൽ രോഗം കടന്നു വന്നു, കേടുപറ്റി. അപ്പോൾ കൈത്താങ്ങേണ്ടവരാ. മാറി നിന്ന് പരിഹസിച്ച് ചിരിക്കുക മാത്രമല്ല, പിന്നെ കേടുവരുവാൻ കാരണമായി മാറുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഒഴിവാക്കിക്കൊണ്ട്, മാറ്റി നിർത്തിക്കൊണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പിന്നെ എന്താ രക്ഷ? ഇങ്ങനൊരു അവസ്ഥയിലായിപ്പോയാ അയ്യോ, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ഇത് ലോകമനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ലല്ലോ. ലോകമനുഷ്യനാണെങ്കിൽ ഈ മെസ്സേജും കേട്ട് നിങ്ങൾ എനിക്കൊപ്പം ആയിരിക്കുമോ? അല്ല, നമ്മൾ ലോകമനുഷ്യരല്ല. അപ്പോൾ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. മുൻപിലുണ്ട് ഇതേ അവസ്ഥ. ഇതൊരു വിലാപം പോലെ ഒരു ഭക്തനിൽ നിന്ന്, ഭക്തൻ ചില്ലറക്കാരനല്ല, പ്രവാചകനാണ്. പ്രവാചകൻ്റെ പേര് ആമോസ് എന്നാണ്. ആമോസിൽ നിന്ന് ഉയരുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആമോസിൻ്റെ പുസ്തകത്തിൽ തന്നെ 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു. യോസേഫിൻ്റെ കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. തൻ്റെ ജനത്തിന് വന്ന കേടിനെക്കുറിച്ച് അവർ വ്യസനിക്കുന്നില്ല, ഒപ്പമുള്ളവർ വ്യസനിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്, ഒരു പരിഭവമാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. സങ്കടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന ഈ അവസ്ഥയെ കണ്ട് സങ്കടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആഘോഷിക്കുക. അവൻ അങ്ങനെ വന്നല്ലോ, അവൾക്ക് അത് തന്നെ വരണം, അവൻ അത് തന്നെ വരണം. ജോലിയും കൂലിയും ഇല്ലാതെ വരുമ്പോൾ പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്, ധൈര്യമായിരിക്കും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടതിന് പകരം നിനക്കിത് തന്നെ വരും, എനിക്കറിയാമായിരുന്നു അന്ന് എന്തായിരുന്നു. ഇവരാരാ? കേട് തീർക്കുവാനുള്ളവരാ. കേട് തീർക്കുന്നില്ല. ചില സമയങ്ങളിൽ കേട് വരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ആ കേടിന് ആര് പരിഹാരം വരുത്തും? അല്ലെങ്കിൽ ആര് ആ കേട് തീർക്കും? യോസേഫിൻ്റെ കേട് ആര് തീർക്കും? ദൈവം തീർക്കും. വേറെ ആരാ? മനുഷ്യൻ നമുക്ക് തീർക്കുവാൻ കഴിയുന്നില്ല. ഓക്കെ, കേട് തീർക്കേണ്ടവർ തീർക്കുന്നില്ല. ഓക്കെ, തീർന്നിട്ടില്ല. തീർക്കുവാൻ കഴിവുള്ളവനുണ്ട്, സർവശക്തനായ ദൈവം. അത് ദൈവത്തിൻ്റെ നാമത്തിൽ, അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സമയം എന്നെ കേൾക്കുന്ന നിങ്ങളോടായി വിളിച്ചു പറയട്ടെ, ആ കേട് തീരുക. സഹോദരാ, സഹോദരി, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ആ തട്ട് കേട്, കൊള്ളാത്തവളായി നീ മാറിയ ആ കേട് തീരുക. മാതാവേ, പിതാവേ, കൊള്ളാത്തവരായി നിങ്ങൾ മാറിയ ആ കേട് തീരുക. മക്കളെ, നിങ്ങൾ കൊള്ളാത്തവരായി മാറിയ ആ കേട് തീരുക. ആ കേട് തീർക്കുന്നവൻ ഇന്ന് എനിക്കും നിങ്ങൾക്കും ഒപ്പമുണ്ട്. അതേ, അവൻ കേട് തീർക്കുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഓ, താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അപ്പോൾ ദൈവം യോസേഫിൻ്റെ കേട് തീർക്കുക. അതേ, നിങ്ങളുടെ കേട് തീർക്കുവാൻ അവൻ പോകുക. നോക്കിയേ, സഹോദരന്മാർ വരുത്തിയ കേട് യോസേഫിനെ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാർ യോസേഫിനെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടു. തീർന്നില്ല. 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് വലിച്ചെടുത്ത് അടിമ വ്യാപാരികൾക്ക് വിറ്റു. പ്രിയ സഹോദരങ്ങളാ, ചേർത്ത് നിർത്തേണ്ടവരാ. ഇളയ അനിയനാ, അവനെ ചേർത്ത് നിർത്തി അവന് ബലം പകരേണ്ടവരാ, ധൈര്യം പകരേണ്ടവരാ. അവർ തന്നെ എടുത്ത് പൊട്ടക്കുഴിയിലിട്ട് കളയുക. അതേന്നേ, പുറത്തുള്ള ആരുമല്ല ആ ദ്രോഹം ചെയ്യുന്നത്. അല്ലേ സഹോദരി? നിന്റെ ജീവിതം ഇങ്ങനെ കണ്ണുനീരും കൈയുമായി മാറിയത്, മറ്റുള്ളവരുടെ മുമ്പിൽ നീ നിന്നാപാത്രമായി മാറിയത്, നിന്റെ പ്രിയപ്പെട്ടവർക്ക് തീരാ വേദനയായി മാറിയത്, അതേ, നിന്റെ ഭർത്താവ് തന്നെയാണ് കാരണം. അവൻ കാരണം മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യുവാനുള്ള ഒരു ഉപകരണമായി നീ മാറിയിരിക്കുന്നു. നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ തന്നെയാ പ്രശ്നം. നീ തലകുനിക്കുവാനും അപമാനിക്കപ്പെടുവാനും കാരണം സഹോദരാ നിന്റെ ഭാര്യ. ആ ജോലി സ്ഥലത്ത് ആ നന്മകളെ, നിനക്ക് ലഭിക്കേണ്ട നന്മകളെ അവകാശമാക്കി നിന്നെ പുറത്താക്കുന്ന, അതേന്നേ, പുറത്താരുമല്ല, സഹോദരങ്ങൾ തന്നെയാ നിന്റെ ഓഹരിയെ കവർന്നെടുക്കുവാൻ, നിന്റെ നന്മകളെ കൈവശമാക്കുവാൻ പദ്ധതികൾ ഒരുക്കി. അയ്യോ, അധ്വാനിച്ചത് മുഴുവൻ പലതും പറഞ്ഞ് വാങ്ങി സഹോദരി, സഹോദര. ഓ, കൊടുത്തോണ്ടിരുന്നപ്പോൾ എന്ത് സ്നേഹമായിരുന്നു. ഞങ്ങളുടെ ചേട്ടൻ, ഇതുപോലൊരു ചേട്ടൻ വേറെ ഇല്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ചു തന്നതാണ്, ദൈവം നേരിട്ട് വന്നതാണ്. ചേട്ടൻ, 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 ചേച്ചി, ചേച്ചി, അനിയത്തി, അയ്യോയ്യോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാലും തേനും ഒഴുകുമായിരുന്നു. ഇപ്പോഴോ ഉള്ളതെല്ലാം കവർന്നെടുത്ത് ഒന്നിനും കൊള്ളാത്തവരായി ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുന്നു. വിറ്റ് കളയുക, ആ തലമുറകളെ ഒഴിവാക്കി കളയുക. അതല്ലേ മാതാവേ, പിതാവേ? ആ സങ്കടത്തിനും കണ്ണുനീരും കാരണം പുറത്താരുമല്ല, മക്കൾ തന്നെയാ. അവരുടെ സ്വഭാവം, അവരുടെ ജീവിതം, അവരുടെ പെരുമാറ്റം, അവരുടെ വാക്കുകൾ കരയിപ്പിക്കുക. അവർ തന്നെ
പൊട്ടക്കിണറ്റിലെടുത്ത് ഇടുകയാണ് ഒഴിവാക്കുവാനായി. ഇതൊരവസ്ഥയല്ലേ? ഒഴിവാക്കലുകളിൽ സങ്കടപ്പെട്ട് കേടുള്ളവരായി, ഒന്നിനും കൊള്ളാത്തവരായി, ഇനി എന്തിന് ജീവിക്കുന്നു എന്ന് പോലും ചിന്തിച്ച്, സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, മക്കളെ, പ്രിയപ്പെട്ടവരൊക്കെ ഒഴിവാക്കി, മക്കളെ ഇനി എന്തിനു ജീവിക്കുന്നു എന്ന് പോലും ചിന്തിച്ചു വല്ലാത്തൊരവസ്ഥ അല്ലേ? വചനം പറയുന്നു, യോസേഫിൻ്റെ കേട് ദൈവം തീർത്തു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഈ സഹോദരന്മാരോട് യോസേഫ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, വായിച്ചു നോക്കുക കേട്ടോ. എന്താ? നിങ്ങൾ വ്യസനിക്കേണ്ട, ഇവന്മാരെ ഈ പൊട്ടക്കിണറ്റിനകത്ത് എടുത്തിട്ടിട്ട് അവിടെ നിന്ന് വലിച്ചു കയറ്റി, അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ, അവനങ്ങനെ പ്രയോജനമില്ലാതെ വിടാൻ പറ്റത്തില്ല, അവനെ വിൽക്കണം, കിട്ടാവുന്നുള്ളതെല്ലാം ഇങ്ങനെ എടുക്കണം, എന്നിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് വിറ്റ് കളഞ്ഞവർ ഒരിക്കൽ ദൈവം കേട് തീർത്തപ്പോൾ ഈ യോസേഫിൻ്റെ മുമ്പിലെത്തി. ദൈവം കേട് തീർക്കും യോസേഫിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ യോസേഫിൻ്റെ ഡയലോഗാണ്, നിങ്ങൾ വ്യസനിക്കണ്ട, നിങ്ങളെ എന്നെ എടുത്ത് പൊട്ടക്കിണറ്റിൽ ഇട്ടതോ നിങ്ങൾ മിസ്രൈമിലെ അടിമ വ്യാപാരികൾക്ക് വിറ്റതോ അല്ല, നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ അയച്ചതാകുന്നു. എടാ ചേട്ടന്മാരെ, നിങ്ങൾക്ക് ഇതുവരെ ഒരു ധാരണ ഉണ്ടായിരുന്നു, നിങ്ങൾ എനിക്കിട്ട് പണി തന്നതാണെന്ന്, നിങ്ങളെന്നെ വിറ്റ് കുറച്ചുണ്ടാക്കിയെന്ന്. ആമേൻ. പക്ഷേ ഒരു കാര്യം നീയൊക്കെ മനസ്സിലാക്കിയോ, നീയൊക്കെ വിറ്റതുമല്ല എടുത്ത് കളഞ്ഞതുമല്ല, എൻ്റെ അപ്പൻ നിങ്ങൾക്ക് മുമ്പേ എന്നെ അയച്ചതാ. എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് വന്ന് മുട്ടുകുത്തുവാൻ ഒരു കാൽ വെച്ച് തരുവാൻ വേണ്ടി. ദൂത, സഹോദര, വിറ്റ് കളഞ്ഞവർ, ഒഴിവാക്കി കളഞ്ഞവർ, പല നിലകൾ നിന്നെ ദ്രോഹിച്ചവർ, നീ നന്നാകരുതെന്ന്, നീ നശിക്കണമെന്ന് മനഃപൂർവ്വമായി പദ്ധതികൾ ഒരുക്കി നിന്നെ തകർത്തവർ നിനക്ക് മുമ്പിൽ മുട്ടുകുത്തുവാൻ പോകുക. സഹോദരി, നിനക്ക് മുമ്പിൽ മുട്ടുകുത്തുവാൻ പോകുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം, തകർത്തു കളയുവാൻ തക്കവണ്ണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മന്ത്രവാദ ബന്ധനങ്ങളെ കൊണ്ടും മന്ത്രതന്ത്രങ്ങളെ കൊണ്ടും ആഭിചാര ക്ഷുദ്ര പ്രയോഗങ്ങൾ കൊണ്ടും, സ്തോത്രം, അമേൻ, അവർ തന്നെ മുട്ടുകുത്തുവാൻ പോവുക. സ്തോത്രം. അതുകൊണ്ടാ പറഞ്ഞ ചേട്ടന്മാരെ, നീയൊക്കെ സന്തോഷിക്കുകയൊന്നും വേണ്ട, നിൻ്റെയൊക്കെ പദ്ധതിയല്ല, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം കേട് തീർക്കും. സഹോദരി, നിൻ്റെ കുടുംബത്തിനകത്ത് ദൈവം കേട് തീർക്കും. ചിലർ നിനക്ക് മുമ്പിൽ മുട്ടുകുത്തും, നീ പറയുന്നത് കേൾക്കുവാൻ. യേശുവിൻ നാമത്തിൽ സഹോദര, നീ പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം ഒഴിവാക്കി കളഞ്ഞില്ലേ, അവർ നിനക്ക് മുമ്പിൽ മുട്ടുകുത്തും. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ ഇനിയും വന്ന് മുട്ടുകുത്തും. സ്തോത്രം, ആമേൻ. അപ്പോൾ യോസേഫിൻ്റെ കേട്, സഹോദരന്മാർ യോസേഫിന് വരുത്തിയ കേട് ദൈവം തീർത്തു. കേട് തീർക്കുമെന്നേ, സഹോദരന്മാരിലൂടെയും രക്തബന്ധങ്ങളിലൂടെയും ഭാര്യയിലൂടെയും ഭർത്താവിലൂടെയും ഒക്കെ വന്ന കേട് ദൈവം തീർക്കും. നിൻ്റെ ഭാര്യ നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും സഹോദരി, അവൻ മുട്ടും മടക്കി വരും. എവിടെ ഓടാനാ? നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു. നീ ധൈര്യമായിരിക്കേ, പ്രാർത്ഥിക്ക്. നിന്നെ കുറച്ച് മുമ്പേ അയച്ചതാ, അത്രയേ ഉള്ളൂ. 2 യജമാനനിലൂടെ വന്ന കേട്. ഉൽപ്പത്തി പുസ്തകം 39:20. യജമാനൻ നമ്മുടെ തൊഴിലിടത്തിലായിരിക്കാം, അല്ലേ? ബോസ്, നമുക്ക് ജോലി തരുന്ന ആൾ, നമ്മുടെ സുപ്പീരിയർ, ഇല്ലേ? അവരൊക്കെ കേട് വരുത്തും. ഒരു കുഴപ്പമില്ലാതെ മാന്യമായിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ശരി, എന്നാൽ നിൻ്റെ സേവനത്തിന് പെരുത്ത് നന്ദി, ഇനി നിൻ്റെ സേവനം ഇവിടെ ആവശ്യമില്ല. എൻ്റെ കർത്താവേ, ഞാനിനി എങ്ങോട്ട് പോകും? പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ കരയുക. പെട്ടെന്ന് സഹോദരി, ആ അറിഞ്ഞ സമയം മുതൽ നിൻ്റെ കണ്ണുനീര് തോർന്നിട്ടില്ല. പെട്ടെന്ന് നിൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മക്കളുടെ പഠിത്തം പകുതി വഴിയിൽ നിൽക്കുന്നു. വീട് വയ്ക്കണം, ലോൺ അടയ്ക്കണം, കുടുംബകാര്യം നോക്കണം. എന്ത് ചെയ്യും? ഇനിയൊരു ജോലി എവിടെ പോയി കണ്ടുപിടിക്കും? അതിൻ്റെ തിക്തഫലം അനുഭവിച്ച് ചില മാസങ്ങളായി ആയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവ് കേട് തീർക്കുകയാണ്. നിൻ്റെ ജോലി സ്ഥാപനം നിൻ്റെ ജീവിതത്തിൽ വരുത്തിയ കേട്, നിന്നെ തൊഴിലില്ലാത്തവനാക്കി, വീട്ടിനകത്ത് കൊള്ളാത്തവളാക്കിയ ആ കേട് എൻ്റെ യേശു തീർക്കുകയാ. സ്തോത്രം, ആമേൻ. അവരും കേട് വരുത്തും, അതിനകത്തുള്ളവരും കേട് വരുത്തും. പലതും പറഞ്ഞു കൊടുത്ത് ഏഷണി കയറ്റി കുറ്റം മാത്രമേ പറയാനുള്ളൂ. പലരുടെ ഇഷ്ടത്തിനൊക്കെ നിന്നു കൊടുക്കാത്തതുകൊണ്ടായിരുന്നു.
കുറ്റം പറഞ്ഞ് പലർക്കും പല ഇഷ്ടങ്ങളുമാണ്. ആ ഇഷ്ടങ്ങൾക്ക് ഒത്തവണ്ണം നിന്ന് കൊടുത്തില്ലെങ്കിൽ പണി വേഷം തരും. അങ്ങനെ പണി വാങ്ങി കേട് വന്ന ചിലർ, ഒന്നുമില്ല, ആ ബിസിനസ്സിൽ നിന്നെ സഹായിക്കേണ്ടവർ, സപ്പോർട്ട് ചെയ്യേണ്ടവർ, അവർ ആ പേപ്പേഴ്സ് ശരിയാക്കി തരാത്തത് കൊണ്ട് അധികാരമുള്ളവർ കേടുപറ്റിപ്പോയി, ബിസിനസ്സിൽ തകർച്ച ഉണ്ടായി. ആ ലോൺ സാങ്ഷൻ ആകുവാൻ ഒപ്പിടേണ്ടവർ ഒപ്പിടാത്തത് കൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസം പ്രശ്നമാണ്, വലിയ ബാധ്യത. അതെ, അധികാരികളാൽ യജമാനന്റെ ഭവനത്തിൽ യോസേഫിന് കേടുപറ്റി. യോസേഫിന് ആ കേട് തീർക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ആരെങ്കിലും ഉണ്ടോ യോസേഫിൻ്റെ കേട് തീർത്തു കൊടുക്കാൻ? ആരുമില്ല. ആ ഉള്ളവരാ നേരത്തെ കേട് വരുത്തിയത്, ആരുമില്ല, ഒറ്റയ്ക്കായിരിക്കുക. പക്ഷേ ദൈവമോ യോസേഫിൻ്റെ കേട് തീർത്തു. ഉൽപ്പത്തി 41 വചനം പറയുന്നു, മിസ്രയീമിനാകെയും യോസേഫിനെ ദൈവം മേലധികാരിയാക്കി വെച്ചു. ആ വീട്ടിലെ ആരെങ്കിലും ആക്കിയെന്നല്ല, ആ നാട്ടിലെ മേലധികാരിയാക്കി ദൈവം വെച്ചു. അവൻ്റെ കീഴിൽ ആ വീട് വന്നു. കേട് വരുത്തിയ വീട് അവൻ്റെ കീഴിലായി. കേട് വരുത്തിയ ആ സ്ഥാപനം ദൂതാണ്, ഇനി പറയത്തില്ല. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അത് പ്രാപിച്ചോ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ചിലതിനൊക്കെയും നിങ്ങളാകുവാൻ പോകുക. എൻ്റെ കർത്താവ് അങ്ങനെയാന്നേ, കർത്താവ് കേട് തീർക്കാൻ തുടങ്ങി. അതങ്ങനെയാ, കരഞ്ഞ് കാല് പിടിച്ച് അയ്യോ സാറേ, അയ്യോ രക്ഷിക്കണേ, ഞാനിനി എന്ത് ചെയ്യും? അയ്യോ എൻ്റെ ജീവിതം എന്തായിത്തീരും? ആത്മഹത്യ അല്ലോ, അയ്യോ കരച്ചില്, കണ്ണുനീര്. അത് നിങ്ങളായിട്ട് തീർക്കാൻ ഇറങ്ങുമ്പോഴാണ്. ദൈവം കേട് തീർക്കാൻ ഇറങ്ങിയാൽ മിസ്രയീമിനൊക്കെയും ആ ഭവനത്തിനും. പോത്തിഫോറയുടെ ഒക്കെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ചിന്തിക്കുന്ന അവൾ ആത്മഹത്യ ചെയ്താണ്. ചിലരൊക്കെ അതാ വചനം അങ്ങനെയാന്ന് പറയുന്നത്. എൻ്റെ ദൈവം അങ്ങനെയാ. അപ്പോൾ യജമാനൻ വരുത്തിയ കേട് ദൈവം തീർത്തു. 3, പാനപാത്രവാഹകനിൽ നിന്നുണ്ടായ കേട് ദൈവം തീർത്തു. 40:23 ഉൽപ്പത്തി പുസ്തകമാണ്. മറന്നു കളഞ്ഞു പ്രിയപ്പെട്ടവർ, സ്വന്തം സഹോദരങ്ങളെക്കാൾ സ്നേഹിക്കുന്നവർ അല്ലേ? പണി കിട്ടുന്നത് എപ്പോഴും അവിടെ നിന്നാ. ഭാര്യ പറയുന്ന വാക്കിനേക്കാൾ വലുത് കൂട്ടുകാരൻ പറയുന്ന വാക്കാ. ഭർത്താവ് എന്തു പറഞ്ഞാലും കൂട്ടുകാരി കൂടെ പറഞ്ഞാലേ സമ്മതിക്കത്തുള്ളൂ അല്ലേ? അമ്മയപ്പനും പറയുന്നതല്ല, കൂട്ടുകാർ പറയുന്നതാ. അങ്ങനെയുള്ളവരാ പണി തന്നെ ആ ജോലി സ്ഥലത്ത് ചവിട്ടി പുറത്താക്കിയത്. അവർ കൂടെ നിന്നിട്ട് അതാ ഏറ്റവും വലിയ സങ്കടം. എന്നാലും അവൻ അങ്ങനെ ചെയ്തല്ല, അവൾ എനിക്കിട്ട് പണി. നിൻ്റെ കുടുംബജീവിതത്തിനകത്ത് ഈ പ്രശ്നം ഉണ്ടായി, ആര് പണി എന്നിട്ടാ? എല്ലാം അറിയാന്നുള്ള, നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അറിയാന്നുള്ള, കൂടെ നിന്ന് എല്ലാം പറഞ്ഞു കൊടുത്ത് നീ പറഞ്ഞു കൊടുത്ത് എല്ലാം അറിഞ്ഞപ്പോൾ പണി തന്നോ? മക്കളെക്കുറിച്ച് എല്ലാം വാതോരാതെ എൻ്റെ മക്കളെ അങ്ങനെ ആക്കണം, അവിടെ വിടണം, ആ കോഴ്സിന് ചേർക്കണം, പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിന് പോകാൻ പറ്റുന്ന കണ്ടീഷനിലാണോ? അഡ്മിഷനും ഇല്ല, ഒന്നുമില്ല, മുറിക്കാതിരിക്കുക, കരഞ്ഞ് തളർന്നു. പണി കിട്ടിയത് കൂട്ടുകാർ ബിസിനസ്സിൽ കൂടെ നിർത്തി. ഇവൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കണ്ട, ഞങ്ങൾ ഒരുമിച്ച് എല്ലാം ചെയ്യും, ഞങ്ങൾ നേടി. കൂട്ടുകാർ നേടി എന്തായി തീർന്നു? പണി കിട്ടി. മനഃപൂർവ്വമായി മറന്നു കളഞ്ഞു. അവർ രക്ഷപ്പെടുവാനുള്ള വഴികൾ കണ്ടുപിടിച്ച് ഓടിക്കളഞ്ഞു. പാനപാത്രവാഹകൻ മറന്നു കളഞ്ഞു കേടും. പക്ഷേ ആ കേടും ദൈവം തീർത്തു. എങ്ങനെയാ? ഉൽപ്പത്തി പുസ്തകം 41:1 ഫറവോന്റെ ഹൃദയത്തിൽ ദൈവം ഒരു സ്വപ്നം നൽകി. അയ്യോ, നോക്കിയോളണേ, ഈ യോസേഫിൻ്റെ ജീവിതത്തിൽ ഇമാതിരി അല്ലെങ്കിൽ ഇത്രമാത്രം കേട് പറ്റുവാൻ എന്തൊക്കെ കാര്യങ്ങളാ പിശാച് പലരിലൂടെയും ചെയ്തേ. സഹോദരന്മാരിലൂടെ ചെയ്തു, പോത്തിഫോറിൻ്റെ ഭവനത്തിൽ അവരിലൂടെ ചെയ്തു, യജമാനത്തിലൂടെ ചെയ്തു, സുഹൃത്തുക്കളിലൂടെ, കാരാഗ്രഹത്തിൽ കിട്ടിയ സുഹൃത്തുക്കളിലൂടെ ചെയ്തു. പക്ഷേ ദൈവം ഒരൊറ്റ സ്വപ്നം കണ്ട് ഈ ചെയ്ത ചെയ്ത്തിനെല്ലാം റദ്ദു ചെയ്തു. ആ സിംഹാസനത്തിൻ്റെ മുകളിൽ അവൻ ഇരിക്കുവാൻ തക്കവണ്ണം ഫറവോൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു സ്വപ്നം നൽകി. സഹോദര സഹോദരി, നിനക്ക് വേണ്ടി, നിൻ്റെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ വേണ്ടി, നിൻ്റെ കേട് തീരുവാൻ വേണ്ടി ചിലർ സ്വപ്നം കാണുവാൻ പോകുകയാണ്. ഞാനിങ്ങനെ പറയും, ചിലർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകുവാൻ പോകുക. നിൻ്റെ ജീവിതം മാറുവാൻ, നിൻ്റെ അവസ്ഥ മാറുവാൻ, ആ ജോലി സ്ഥലത്ത് നിൻ്റെ സാഹചര്യം മാറുവാൻ, അവിടെ നീ ആഗ്രഹിക്കുന്നത് പോലെ ജോലി ചെയ്ത്, ആ രാജ്യത്ത് നീ ആഗ്രഹിക്കുന്നത് പോലെ ജോലി ചെയ്ത് ജീവിക്കുവാൻ, നിനക്ക് ആവശ്യമുള്ളത് നേടുവാൻ തക്കവണ്ണം ചിലരുടെ
ഹൃദയത്തിൽ ദൈവം ഒരു സ്വപ്നം നൽകുക. ചിലർക്ക് ഉറക്കമില്ലാത്ത രാവുകളെ സമ്മാനിച്ച് നിന്റെ ജീവിതത്തെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക. സഹോദരി, നിന്റെ ഭർത്താവിനോട് പലരും പറഞ്ഞു, നീയും പറഞ്ഞു, ബന്ധുക്കൾ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അവൻ്റെ വീട്ടുകാരും പറഞ്ഞു, കോടതി പറഞ്ഞു, കേൾക്കത്തില്ല. പക്ഷെ ദൈവം പറയും, അവനോട് സംസാരിക്കുവാൻ പോകുക. സഹോദരൻ, നിന്റെ ഭാര്യയോട് സംസാരിക്കുവാൻ പോകുക. ഓ സ്തോത്രം, അവൾ മടങ്ങി വരുവാൻ പോകുക. സഹോദരൻ, നിന്റെ ഭർത്താവ് മടങ്ങി വരുവാൻ പോകുക. പിതാവേ, നിങ്ങളുടെ മക്കളോട് എൻ്റെ കർത്താവ് ഇടപെടുവാൻ പോകുക. ആരും പറഞ്ഞിട്ട് കേൾക്കാത്തവർ ആ മദ്യപാനത്തിൽ നിന്ന്, ആ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന്, ദൈവത്തിൽ നകന്ന ആ വഴികളിൽ നിന്ന് അവർ തിരികെ വരുവാൻ പോകുക. യാസ്, യേശുവിൻ നാമത്തിൽ നീ എന്തെന്ന് അവർ അറിയുവാൻ പോകുക. ആമേൻ, ആമേൻ, ആമേൻ. യോസേഫ് അവിടെ ഉണ്ടെന്ന്, കാരാഗ്രഹത്തിനകത്ത് ഭക്തനായ യോസേഫ്, ദർശനമുള്ള യോസേഫ് ഉണ്ടെന്ന് അറിയുവാൻ തക്കവണ്ണം ഫറവന്റെ ഹൃദയത്തിൽ സ്വപ്നത്തെ നൽകിയ ദൈവം നീ ഉണ്ടെന്ന് അറിയുവാൻ തക്കവണ്ണം, മാതാവേ, പിതാവേ, നിങ്ങൾ ഉണ്ടെന്ന് അറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ നൽകിയ ചിലരോട് ഇടപെടുക. നിന്നെ തകർത്ത് കളഞ്ഞവരോട് സഹോദരി ഇടപെടുക. ഓ സ്തോത്രം, ചിലരോട് നിനക്ക് വേണ്ടി ഇടപെടുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. നീ ഉയരുവാൻ, നീ പ്രാപിക്കുവാൻ, നിന്റെ കേട് തീരുവാൻ, എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചവർ നിന്നെയും പരിഹാസവും അപമാനവുമായി മാറുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തെ ആക്കി തീർത്തവർ കാണുവാൻ, അതെ, അവരുടെ മുമ്പിൽ നീ ഉയരുവാൻ തക്കവണ്ണം ചിലരോട് ദൈവം ഇടപെടുക. കേട് തീരുവാൻ തക്കവണ്ണം ദൈവം ചിലരുടെ ഉറക്കത്തെ കളയുക. യേശുവിൻ നാമത്തിൽ ദൈവം കേട് തീർക്കും. അതുകൊണ്ട് നോ ടെൻഷൻ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. കേട് വരുത്തുന്നവരെ പോലെ, അയ്യോ, ആശ്വാസത്തിന് വേണ്ടി പോയതാ, ഇപ്പം കേടായിരിക്കുക. കേട് വരുത്തത്തില്ല. കേട് തീർക്കുന്നവൻ്റെ അടുക്കൽ നിങ്ങളെ ചേർത്ത് നിർത്തും, ഉറപ്പിച്ച് നിർത്തും. കേട് തീർന്നു നിങ്ങൾ സന്തോഷിക്കുന്നത്, എത്തേണ്ട സ്ഥാനങ്ങളിലെത്തി സന്തോഷിക്കുന്നത് കാണുവാനും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനും ഞങ്ങൾ ഒപ്പം കാണും. എന്നാൽ കണ്ടോ, വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേട് പറ്റിയ, ചീത്തയായി പോയി, ഒന്നിനും കൊള്ളാത്തവരായി തീർന്നു പറയാം യേശുവിൻ നാമത്തിൽ ഇവരുടെ അനുഗ്രഹത്തിൻ്റെ ദിവസം മാറട്ടെ. അങ്ങ് ഇവരുടെ കേട് തീർക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികളെ നൽകണമേ. അങ്ങനെ സംഭവിക്കേണ്ട ആ തടസ്സം മാറട്ടെ. ജോലിമേലുള്ള സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. ജോലിക്ക് പോകുവാൻ കഴിയാത്ത വിധത്തിൽ വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല പോരുകളും, ജോലി സ്ഥലത്ത് ശത്രുവിനെ എഴുന്നേൽപ്പിച്ച് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതികൂലമായിട്ട് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർന്നു മാറട്ടെ. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ, തകർക്കപ്പെടുക. ആ വെല്ലുവിളി അഴിയുക. സഹോദരി പ്രാർത്ഥിക്കുക. ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി അപവാദങ്ങളും അപമാന കഥകളും പറഞ്ഞ് നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്ന ആ ശത്രു തകർക്കപ്പെടുക. നിന്റെ ജോലി അവിടെ സ്ഥിരപ്പെടുവാൻ പോകുക. നിനക്ക് വേണ്ടി കർത്താവ് ചിലരോട് സംസാരിക്കുക. നിന്റെ ജോലി സ്ഥിരപ്പെടുവാൻ, സ്ഥിര വരുമാനം ഉണ്ടായിത്തീരുവാൻ. സഹോദര പ്രാർത്ഥിക്ക്. നാട്ടിൽ വന്നിട്ട് കുറേ ആയില്ല, തിരികെ പോകുവാൻ പോകുക. പ്രാർത്ഥിക്ക് സഹോദരൻ, നിന്റെ ഭർത്താവ് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ പോകുക. അക്കൗണ്ടിൽ ആ നന്മ വരുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്ക്. സകല രോഗബന്ധവും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുക. സൗഖ്യം വ്യാപരിക്കുക. നീണ്ട നാളുകളായി വെളിപ്പെട്ട് നിൽക്കുന്ന രോഗത്തിന്റെ മണ്ഡലം യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ വാദങ്ങളും, വാദസംബന്ധമായ രോഗങ്ങളും മാറട്ടെ. രാവിലെ എഴുന്നേറ്റ് നടക്കുവാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്ന അവസ്ഥകൾ കർത്താവ് സൗഖ്യമാക്കുക. പ്രാർത്ഥിക്കും. മാധവേ പ്രാർത്ഥിക്കുക. ആ കാൽമുട്ടുകളിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ചില ഉണങ്ങാത്ത വ്രണങ്ങൾ പുറത്തുള്ളതുണ്ട്, കരം വെച്ച് പ്രാർത്ഥിക്കും. പുറത്ത് മാത്രമല്ല, അകത്തും അത് വേദനയായി ആഹാരം കഴിക്കുവാൻ കഴിയുന്നില്ല. ഉദരത്തിനകത്ത് പുറത്ത് കരം വെച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ സൗഖ്യം അകത്ത് വ്യാപരിക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം. ആമേൻ. താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ചാട്ടെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. തലമുറകളുടെ ഭാവിക്ക് വിരോധമായി വിവാഹത്തെ തടസ്സപ്പെടുത്തുന്ന ശത്രുവിൻ്റെ പദ്ധതി തകർക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ ആ ബന്ധനം വഴിയായിട്ട് ആ കട്ടുപൊട്ടി മാറട്ടെ. പ്രായം കൂടി ഭാരപ്പെട്ടായിരിക്കുക. മാതാവേ, 2022 നിന്റെ തലമുറകളുടെ വിവാഹം നടക്കുവാൻ പോകുക. ഓ സ്തോത്രം. പല വിവാഹങ്ങൾ മുടങ്ങിപ്പോയി, ഭാരപ്പെട്ടായിരിക്കുക. സഹോദരി, ഏറ്റവും നല്ലത് അനുയോജ്യമായ വിവാഹം നടക്കുവാൻ പോകുക. ഓ ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ സ്തോത്രം. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക. അതിനുവേണ്ട നിന്റെ കരങ്ങൾ ലഭിക്കുക. നീ ആഗ്രഹിച്ച കോഴ്സുകൾക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടി. ആ കാത്തിരിപ്പ് വെറുതെ ആകത്തില്ല. പ്രാർത്ഥിക്ക്. റിസൾട്ട് ഉണ്ടാകിയ പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകിയ യേശുവിൻ നാമത്തിൽ പുറത്തു വിടത്തില്ല എന്ന്. ഓ സ്തോത്രം. ആ വിദേശ രാജ്യത്തിൽ ഇനി പോയി പഠിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വീട്ടിനകത്ത് ഒതുക്കിക്കളയുമെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളും തകർന്നു മാറുക. ഓ താങ്ക് ഗോഡ്. പ്രാർത്ഥിച്ചാട്ടെ. മാധവേ പ്രാർത്ഥിക്കുക. ദുശീലങ്ങൾ മാറിപ്പോകുക. മദ്യപാന ബന്ധനങ്ങൾ അഴിയുക. സ്തോത്രം. ദുർനടപ്പുകൾ, ദുശീലങ്ങൾ വിട്ടുമാറുക.
പ്രാർത്ഥിച്ചാട്ടെ. ഡിവോഴ്സുകൾ മാറുക, നിന്റെ ഭർത്താവ് മടങ്ങി വരിക. സഹോദര പ്രാർത്ഥിക്കുക, അവൾ മടങ്ങി വരിക. സഹോദരി പ്രാർത്ഥിക്കുക, അവൾ മടങ്ങി വരിക. നിങ്ങൾ ഒരുമിച്ച് താമസിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആ വെല്ലുവിളി മാറുക. വിഷം കുത്തിവെക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകുക. അവൻ ഒറ്റയ്ക്കേ വരത്തുള്ളൂ. ആ വിഷജന്തുക്കളെയും കൊണ്ട് വരത്തില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആ വിഷജന്തുക്കളില്ല. സഹോദര ഓ സ്തോത്രം, പ്രാർത്ഥിക്കുക. നിന്റെ ഭാര്യ ഇനി ഒറ്റയ്ക്കേ വരത്തുള്ളൂ. ആ വിഷജന്തുക്കൾ അഭിപ്രായം പറഞ്ഞു കൊടുക്കുന്ന അവർ കൂടെ കാണത്തില്ല. പ്രാർത്ഥിച്ചോട്ടെ. ബാധ്യതകൾ മാറുക. യേസ്, കടഭാരങ്ങൾ മാറട്ടെ. യേശോപ്പാ വഴി തുറക്കണമേ. ഓ വഴികൾ തുറന്നു വരുന്ന കൃപയ്ക്കായി. ഓ പലിശക്കടകൾ മാറുക. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകുക യേശുവിൻ നാമത്തിൽ. ആമേൻ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥിച്ച് ശുശ്രൂഷ മേഖലകളിൽ വർധനമുണ്ടാകുക. ഓ താങ്ക് ഗോഡ്. അപ്പൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം കുടുംബത്തിനകത്ത് നിന്ന് ചിലർ പുറത്തു വരിക. ഓ ആമേൻ. മാതാവേ, ലോകത്തിലുള്ളവരല്ല, അവർ അപ്പൻ്റെ വേല ചെയ്യുവാനുള്ളവർ. അതിൻ്റെ കണ്ണുനീരിന് അപ്പൻ റിസൾട്ട് തരുവാൻ പോവുക. ആമേൻ. പ്രാർത്ഥിക്കുക. ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, ആ വിദേശത്ത് ചെയ്യുന്ന ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, സ്വദേശത്ത് ചെയ്യുന്ന ബിസിനസ് യെസ് യേശുവിൻ നാമത്തിൽ ആ തടസ്സം മാറട്ടെ. ആ വെല്ലുവിളി അഴിയട്ടെ. വിസ പ്രോബ്ലം മാറട്ടെ. അതിനകത്ത് കളിക്കുന്ന ചില വ്യക്തികൾ, കൂട്ടുകാരായി കൂടെ നിന്നുകൊണ്ട് കളിക്കുന്ന ചില വ്യക്തികൾ യെസ് യേശുവിൻ നാമത്തിൽ അവരുടെ മുമ്പിൽ എൻ്റെ കർത്താവെ അങ്ങ് ഉയർത്തണമേ. ചിലരോടങ്ങ് സംസാരിക്കണമേ. ഓ സ്തോത്രം. പ്രാർത്ഥിച്ചാട്ടെ. ചിലരോട് എൻ്റെ കർത്താവ് ഇടപെടുക. അധികാരികളോട് ഇടപെടുക. സഹോദര അധികാരികളോട് ഇടപെടുക. സഹോദരി അധികാരികളോട് ഇടപെടുക. സഹോദരി നിന്റെ ഭർത്താവിന് വേണ്ടി കർത്താവ് അധികാരികളോട് ഇടപെടുക. യെസ് യേശുവിൻ നാമത്തിൽ ആ തടസ്സം മാറുക. ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം. ഓ ആമേൻ. ഉദരഫലങ്ങൾ ജനിക്കുക. ആ ഭവനത്തിനകത്ത് നിനക്കൊപ്പം നിനക്ക് കളിപ്പിക്കുവാൻ നിന്റെ നിന്ന മാറുമ്പോൾ ഉദരഫലം ജനിക്കുക. കരം വെച്ച് പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. വസ്തുക്കൾ വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക, ആ തടസ്സം മാറുക, വഴി തുറക്കപ്പെടുക. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായവർക്കും ഇവരുടെ കേട് അങ്ങ് തീർത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ്. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.